നമസ്കാരം. വളച്ചുകെട്ടില്ലാതെ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം. പോത്ത് വരട്ടിയതാണ് ഇന്ന് പ്ലേറ്റിലാണ് പോണത്. അതും നാടൻ മസാലയൊക്കെ ഇട്ട് വരട്ടിയത്. പൊറോട്ടയും പോത്ത് വരട്ടിയത്. കാര്യം ഞങ്ങൾ കോട്ടയത്തുകാർക്ക് നല്ല കൊലുസിട്ടപ്പവും പോത്ത് വരട്ടിയതും ഉണ്ടെങ്കിൽ സംഭവം ചോറാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പൊറോട്ടയും പോത്തുമാണ്. പൊറോട്ട നിങ്ങൾ കൊണ്ടുവരണം, പോത്തിനെ ഞാനങ്ങ് വരട്ടിയെടുക്കാം. അപ്പോൾ തുടങ്ങാം. ആദ്യം ഇറച്ചി ചെറിയ കഷ്ണങ്ങളായി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ചുമ്മാ വേവിച്ചാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങ് ചേർക്കുക. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്തു. നല്ല എരിവൊക്കെ ഉണ്ടായി അതൊരു രസമാണ്. പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി. പാകമൊക്കെ നോക്കി ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. നാക്കിനൊരു തരിതരിപ്പിന് കുരുമുളക് ബെസ്റ്റാണ്. സംഭവം കൂടുതലിട്ടാൽ ബീഫ് പോണ വഴി അറിയാം. ഇനി ലേശം നാരങ്ങാനീര് ചേർക്കുന്നു. ഇറച്ചി സോഫ്റ്റ് ആവാനാണ്. പച്ചപ്പപ്പായാണ് സാധാരണ ചേർക്കാവുന്ന വേറൊരു ഐറ്റം. സോഫ്റ്റായിട്ട് കിട്ടും. ഇനി കടിച്ചാൽ തിരിച്ചിങ്ങോട്ട് എന്താടാവുക എന്ന് ചോദിക്കുന്ന തരം ബീഫ് വേണമെങ്കിൽ ഇത് ചേർക്കണ്ട. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കുറഞ്ഞത് അരമണിക്കൂർ എങ്കിലും വെച്ചേക്കണം. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലത്. ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ പിന്നെ എന്നാത്തിനാണ് ചേട്ടാ വേറെ മസാലപ്പൊടി ചേർക്കുന്നത് എന്നങ്ങനെ നിങ്ങൾ ആലോചിച്ചോ? അങ്ങനത്തെ പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും പറയാം, മസാലപ്പൊടി ചേർത്ത് ഉപയോഗിച്ചാലും മതി. പക്ഷേ മസാലപ്പൊടിക്ക് എരിവ് അധികം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങ് ചേർക്കുന്നത്. മസാലപ്പൊടി ആ നിറത്തിനും മണത്തിനും ഒന്നാം തരമാണ്. ഇനി ഇതിൽ ഒരു 2 സവാള അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുത്തത്. പിന്നെ ഒരു 2 പച്ചമുളക്. ഇത്രയും ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചേക്കൂ. ഇനി നമ്മുടെ സ്വന്തം മസാലപ്പൊടി. ആദ്യം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളിപ്പോൾ തന്നെ എടുക്കുന്ന മസാലയല്ലേ, അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി 2 സ്പൂൺ കുരുമുളക്, 3 സ്പൂൺ മല്ലി, ഇത്രയും ചേർത്ത് അങ്ങ് മൂപ്പിക്കുക. കുറച്ച് സമയം കിടന്ന് മൂക്കട്ടെന്നേ. ഇനി 2-3 കഷ്ണം തക്കോലം, 5-6 ഗ്രാമ്പു, 2 കഷ്ണം കറുവാപ്പട്ട, 3-4 ഏലക്ക, പെരിഞ്ജീരകവും സാദാ ജീരകവും ഓരോ സ്പൂൺ വെച്ച്, പിന്നെ 7-8 വറ്റൽമുളക്. ഇത്രയും ചേർത്തങ്ങ് മൂപ്പിക്കുക. അതിനുശേഷം തീ കെടുത്തി തണുക്കാൻ വയ്ക്കുക. ചൂടോടെ പൊടിച്ചാൽ ഗുണം പോകും. ഇനി ഇതിനിടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമാണ് നൽകുന്നത്. തണുത്തതിന് ശേഷം മിക്സിയിലോ അമ്മിക്കല്ലിലോ പൊടിച്ച് നല്ല പൊടിയാക്കി എടുക്കുക. ഒന്ന് മണത്ത് നോക്കിയേ, ആഹാ അല്ലേ. ഇനി നമ്മൾ വരട്ടാൻ പോവുകയാണേ. ഒരു ഉരുളിയോ പാത്രമോ എടുത്ത് ആദ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. സവാള ഒക്കെ വഴറ്റിയെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് കൂടുതൽ എണ്ണ. ഇനി ഇതിൽ 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുക. 1/2 കപ്പ് തേങ്ങ കൊത്താണ് ചേർക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പോത്ത് കഷ്ണങ്ങൾ പല്ലുമായി യുദ്ധം ചെയ്യുമ്പോൾ കൂട്ടിന് തേങ്ങാക്കൊത്ത് കയറി വരുന്നത് എത്ര മനോഹരമാണ് അല്ലേ.
ഇനി നമുക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കൂടാതെ പച്ചമുളക്, കറിവേപ്പില എന്നിവയും വേണ്ടതുപോലെ ചേർക്കാം. എല്ലാവരും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇവരൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ 4-5 മീഡിയം സവാള അരിഞ്ഞത് ചേർക്കുക. വലുതാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. ഇനി ഉള്ളി അങ്ങ് വേവിക്കുക. ഉള്ളി പെട്ടെന്ന് വേവാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി മൂത്ത് വരും വരെ തുടർച്ചയായിട്ട് ഇളക്കാം. അതിനുശേഷം ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് വരുമ്പോൾ നമ്മുടെ സ്വന്തം മസാലപ്പൊടി ഒരു 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ആ വെള്ളത്തോട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടുതലുണ്ട് അല്ലേ? സാരമില്ല. വരട്ടിയ ഇറച്ചിക്ക് വെള്ളം മൊത്തം ഒരു 15% കൂടുതൽ ആവാതിരുന്നാൽ മതി. അതിനെന്താ ഇപ്പോൾ ചെയ്യുക? വെള്ളം കുറുക്കി വറ്റിച്ചെടുക്കുക. അതിനെയാണല്ലോ വരട്ടിയതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോട്ടയംകാരുടെ പോത്ത് വരട്ടിയത്. ഇനി കുറച്ച് അപ്പത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയേ. സൂപ്പർ അല്ലേ? മറന്നു, നിങ്ങൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഞെക്കുക. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. അഭിപ്രായങ്ങൾ കമൻറ്റായി താഴെ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.